അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതേത് സക്കാത്ത് ആവട്ടെ, സക്കാത്തുൽ മാല് നമ്മുടെ മുതലിന്റെ സക്കാത്തായാലും സക്കാത്തുൽ ഫിത്ർ സക്കാത്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ടത് ഒരു 8 വിഭാഗം ആളുകളെയാണ്. അതിലൊരു 4-5 ആളുകൾ മാത്രമേ 4-5 വിഭാഗം ആളുകൾ മാത്രമേ നമുക്ക് ഇന്ന് കാണാൻ കഴിയുള്ളൂ. അതിൽ തന്നെ ഏറ്റവും പരിഗണിക്കേണ്ടത് ഫക്കീർ, മിസ്കീനാണ്. അപ്പൊ ഈ ഫക്കീറും മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫിത്ർ സക്കാത്തിനെ കുറിച്ച് വളരെ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നവരുണ്ട്. പ്രവാസികളായ ആളുകൾ ഞങ്ങളുടെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകളുടെ സക്കാത്ത് ഇവിടെ കൊടുക്കാൻ പാടുണ്ടോ, ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ എല്ലാ സംശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് പെരുന്നാളിന് മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ, ഇവരെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ സാധാരണ ഫക്കീർ, മിസ്കീൻ എന്ന് പറയാറുണ്ട്. അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ വരുമാനത്തിനനുസരിച്ചും ചെലവിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും താഴെയുള്ളവർ, ഏറ്റവും താഴെ കിടക്കുന്നവർ ഫക്കീറന്മാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ചെലവിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രം വരുമാനമുള്ള ആളുകൾ. ഉദാഹരണത്തിന് ഒരു വ്യക്തി, അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ചെലവിന്റെ പകുതി അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകൾ. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടില് ദിനം പ്രതി 100 രൂപയാണ് ചെലവ് എങ്കിൽ, ഞാൻ ഉദാഹരണം പറയാണ്, അതിനപ്പുറം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ആ 100 രൂപയാണ് ചെലവ് എങ്കിൽ അദ്ദേഹത്തിന് ദിവസവും കിട്ടുന്നത് ഒരു 35 രൂപയോ അല്ലെങ്കിൽ ഒരു 50 രൂപയോ മാത്രമാണ്. അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഫക്കീറന്മാർ എന്ന് പറഞ്ഞാൽ. ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരാള് അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ചെലവിനനുസരിച്ച് വരുമാനമില്ലാത്ത ആളുകൾ. അതായത് ഉദാഹരണത്തിന് ഒരു വ്യക്തി, അദ്ദേഹം ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ഒരു ദിവസത്തെ ചെലവ് എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം ഒരു 80 രൂപയോ ഒരു 85 രൂപയോ ഇങ്ങനെയാണ്. അതായത് ചെലവിനനുസരിച്ച് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നില്ലേ. ഇത് ആഡംബര ജീവിതത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സാധാരണ നമ്മുടെ നിത്യജീവിതത്തിനുള്ള ചെലവിനനുസരിച്ച് വരുമാനമില്ലാത്ത ആളുകളെയാണ് മിസ്കീന് എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ നിത്യജീവിതത്തിനുള്ള ചെലവിന്റെ പകുതി മാത്രം അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകളാണ് ഫക്കീർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഫക്കീറന്മാരെയാണ്, പിന്നെ മിസ്കീന്മാരെയാണ്. ഇത് സക്കാത്തിൽ എന്ന് മാത്രമല്ല, സ്വതക്ക കൊടുക്കുമ്പോഴായാലും എപ്പോഴായാലും നമ്മൾ പരിഗണിക്കേണ്ടത് ഫക്കീറന്മാരെയാണ്, പിന്നെ മിസ്കീന്മാരെയാണ്. അതിൽ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്, പിന്നെയാണ് അയൽവാസികളെ അല്ലെങ്കിൽ നാട്ടുകാരെ പരിഗണിക്കേണ്ടത്. അല്ലാഹു തആല ഒരുപാട് ഇബാദത്തുകൾ ഇഖ്ലാസോട് കൂടി ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നല്ല രൂപത്തിൽ ചെയ്തു തീർക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.